Welcome to Red Devils Talks, your home for Manchester United news, reactions, and live match coverage. ഗൈസ് വെൽക്കം ബാക്ക് ടു റെഡ് ഡെവിൾസ് ടോക്സ്. എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്കും കുറച്ച് ട്രാൻസ്ഫർ ചർച്ചകളിലേക്കും എല്ലാവർക്കും സ്വാഗതം. അപ്പം എൻ്റെ തംബ്നെയിൽ കണ്ടിട്ട് എല്ലാവരും വിചാരിച്ചിട്ടുണ്ട് ഇത് ആരാടാ ഇതിങ്ങനെ തിരിഞ്ഞു നിൽക്കുന്നത്. അപ്പം അത് ഞാൻ പറയാം. അതൊരു ഒരു സീക്രട്ട് പ്ലെയർ. അത് ഞാൻ പറയാം. എല്ലാവരും കാത്തു നിൽക്കുക. എൻ്റെ അഭിപ്രായത്തിനോട് ആരെങ്കിലും യോജിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ് ചെയ്യാം, യെസ് ഓർ നോ എന്നുള്ള കാര്യം. അത് കുറച്ച് കേട്ടാൽ ഞാൻ പറയട്ടാം. അപ്പം ഞാനിപ്പോൾ വന്നിരിക്കുന്നത് വീണ്ടും യുദ്ധഭൂമിയിലേക്ക് പുതിയ ഭടന്മാരിങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. ആദ്യം വന്ന ഭടന്മാരെ തന്നെ നമുക്കൊന്ന് ഫൈനലൈസ് ആക്കാൻ പറ്റിയിട്ടില്ല. വീണ്ടും വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുകയാണ് വേറെ ആരുമല്ല, വെസ്റ്റ് ഹാമിന്റെ സമർവിൽ, നെതർലാൻഡ്സിന്റെ കളിക്കാരനാണ്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട ഒരു പ്ലെയറാണ്. ലെഫ്റ്റ് വിങ്ങറാണ്. നല്ല രസമാണ്. ഇങ്ങനെ കയ്യിലൊരു ഗ്ലൗ ഒക്കെ ഇട്ട് കൈയൊക്കെ ഇങ്ങനെ മടക്കിയിട്ട് ഓടുക. ഒരു പ്രത്യേകത ഒരു രസമാണ്. എന്താണ് നമ്മുടെ ഈ വിറ്റീനന്റെ പെനാൽറ്റി കണ്ടിട്ടുണ്ട് ആയാലും. വിറ്റീന ഒരു പെനാൽറ്റി എടുക്കാൻ പോകുന്നത് ഇങ്ങനെ മറ്റേ കള്ളം പോകുന്നത് പോലെയാണ് പോകുന്നത് എല്ലാം. അതുപോലെ ഈ ചങ്ങ ഇങ്ങനെ കൈയൊക്കെ മടക്കിയിട്ടാണ് സമ്മർവിൽ ഓടുക. നല്ല രസമാണ് അത് കാണാൻ. നല്ലൊരു പ്ലെയറാണ്. പ്രീമിയർ ലീഗിൽ പ്രൂവൺ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലാസ്റ്റ് സീസണിൽ 7 ഗോൾസ് ടോട്ടൽ ഹോൾ കോമ്പറ്റീഷനിൽ എനിക്ക് തോന്നുന്നു 7 ഗോൾസ് എങ്ങാനാണ് സമ്മർവിൽ നേടിയത്. പക്ഷെങ്കിൽ നല്ല ത്രെറ്റ് ഉണ്ടാക്കുന്ന ഒരു പ്ലെയറാണ്. വെസ്റ്റ് ഹാമിന്റെ കളി കാണുന്നവർക്കൊക്കെ മനസ്സിലാവും. നല്ല ത്രെറ്റാണ് ആ ഒരു ലെഫ്റ്റ് വിങ്ങിൽ നിന്ന് ഉണ്ടാവുക. നല്ല സൂപ്പറാണ്. ശരിക്കും നമ്മളൊരു ലെഫ്റ്റ് വിങ്ങിനെ നോക്കുന്നുണ്ട്. അങ്ങനെയാണ് സമ്മർവില്ലിലേക്ക് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. കിട്ടിയാൽ നല്ല കിട്ടലായിരിക്കും. പക്ഷേ എൻ്റെ പേടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഓൾറെഡി മത്തായസ് ഫെർണാണ്ടസിന്റെ പിന്നാലെയാണ് ഉള്ളത്. അതൊരു അവിടെ എത്തിയിട്ടില്ല ഇവിടെ എത്തിയിട്ടില്ല എന്നുള്ള രീതിയിലാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്താവോ എന്തോ. ഇപ്പോഴും എനിക്ക് തോന്നുന്നു വെസ്റ്റ് ഹാമിന്റെ ആ 80 മില്യൺ എങ്ങനെയെങ്കിലും ഒന്ന് കുറക്കുമോ എന്നുള്ള രീതിയിലാണ് തോന്നുന്നത് പോകുന്നത്. അതുകൊണ്ടാണ് മത്തായസ് ഫെർണാണ്ടസിന്റെ ഡീൽ ഇങ്ങനെ ഇതായിക്കൊണ്ടിരിക്കുന്നത്. കാരണം ബിഡ് ഇട്ടിട്ടില്ല. റിജക്ട് ചെയ്യുന്ന ബിഡ് യുണൈറ്റഡ് ഇടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം റീസെന്റ് ആയിട്ട് നമ്മുടെ ഇനിയോസ് അപ്പൂപ്പനും ടീമും വന്നതിന് ശേഷം അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല. പ്ലെയറിന് ഇൻട്രസ്റ്റ് ഉണ്ട്, ഓക്കെ ആണെങ്കിൽ ഒരൊറ്റ ബിഡിടും, അതിൽ ഹിയർ വി ഗോ. അതാണ് സംഭവം. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗ് ആയിരിക്കും. പക്ഷെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന നേരം എന്തോ ഒരു ഉള്ളിലൊരിത്. റയൽ മാഡ്രിഡിനെയൊക്കെ നോക്ക്. റയൽ മാഡ്രിഡിന് ഒരു വല്ലാത്തൊരു ഭയം മാറപ്പോ ഒരു ലിങ്ക്സ് ഇല്ല. ഒരു പ്ലെയറിനെ നോക്കുന്നുണ്ട് പുറത്തറിയില്ല. ഉറങ്ങി എണീച്ച് രാവിലെ നോക്കുമ്പോഴത്തേക്കുണ്ടാവും ഹിയർ വി ഗോ എന്ന്. അതാണ് അവസ്ഥ. നമ്മളാണെങ്കിൽ ആദ്യം ടാർഗറ്റ് ചെയ്യും, പിന്നെ ഒരു ലിങ്ക് ഉണ്ടാവും, പിന്നെ ഡോറിന്റെ അടുത്തെത്തി, പിന്നെ ആക്റ്റീവ് ടോക്സ് ആയി, പിന്നെ അത് പോസിറ്റീവ് ടോക്സ് ആയി. ഇങ്ങനെ കുറച്ച് സ്റ്റേജുകൾ കടന്നിട്ടാണ് നമ്മുടെ സൈനിങ്സ് വരുള്ളൂ. പക്ഷെ നടക്കണം എന്ന് തന്നെയാണ് ആഗ്രഹം. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ എനിക്ക് തോന്നുന്നു ഈ സമ്മർവില്ലിന്റെ ന്യൂസും കൂടി വന്നതോട് കൂടി 2 പേരെയും കൂടി ഒരൊറ്റ സൈനിങ് ആയിട്ട് നടത്താനുള്ള പരിപാടിയാണെന്ന് അറിയില്ല. കാരണം വെസ്റ്റ് ഹാം ഓൾറെഡി റെലഗേറ്റ് ആയിട്ടാണുള്ളത്. അവർക്ക് ഫണ്ട് റേസ് നിർബന്ധമാണ്. ഞാൻ പല വീഡിയോസിലും കഴിഞ്ഞ വീഡിയോസിൽ ഞാനത് പറഞ്ഞിട്ടുണ്ട്. മത്തായസ് ഫെർണാണ്ടസ്, സമ്മർവില്ല്, ബൊവൻ, ഡിയോഫ്, അവിടെ നിന്ന് ഒരു വൻ നിര തന്നെ മിക്കവാറും പോകാനുള്ള സാധ്യത കാണുന്നുണ്ട്. പക്ഷേ വെസ്റ്റ് ഹാം സമ്മർവില്ലിന് വാല്യൂ ചെയ്യുന്നത് 50 മില്യൺ ആണ്. ശരിക്കും 50 മില്യൺ ഒരു ചീപ്പ് ഓപ്ഷൻ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ 2 പേരെയും, മത്തായസ് ഫെർണാണ്ടസിനെയും സമ്മർവില്ലിന് 2 പേരെയും കൊണ്ടുവരണമെങ്കിൽ ഒരു 140 അടുത്ത് കൊടുക്കേണ്ടി വരും എന്നാണ് തോന്നുന്നത്. പക്ഷെ യുണൈറ്റഡ് അത് കൊടുക്കാൻ തയ്യാറല്ല എന്നുള്ളൊരു ന്യൂസും കാണുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു 60+ ആഡ് ഓൺസ് അല്ലെങ്കിൽ ഒരു 70 ഉള്ളിൽ മത്തായസ് ഫെർണാണ്ടസിനെയും പിന്നെ ഒരു 50 or 40+ ആഡ് ഓൺസ് ഒരു 120 എന്നുള്ള രീതി, 110-120 എന്നുള്ള രീതിയിൽ ക്ലോസ് ചെയ്യാനുള്ള പരിപാടി ആയിരിക്കും. പക്ഷെ നടന്നാൽ അത് രണ്ടും നല്ല പെർഫെക്റ്റ് സൈനിങ്സ് ആയിരിക്കും. പിന്നെ രണ്ടാമത്തത് പിന്നെ വന്നിരിക്കുന്നത് ബ്രക്കോള. എനിക്ക് ഇവന്റെ പേര് എപ്പോഴും ശരിക്കും ബ്രക്കോളി എന്നായിപ്പോ. ഇതിങ്ങനെ മറ്റേ ഇമ്പോസിഷൻ ഇത് പഠിച്ചിട്ട് വന്ന പോലെയാണ്. ഇപ്പോഴും പറയുന്ന നേരം എൻ്റെ വായിൽ ബ്രക്കോളിയാണ് വന്നത്, ബ്രക്കോള. പക്ഷേ ബ്രക്കോള PSG-ന്റെ ഫ്രഞ്ച് വിങ്ങർ, അതും ലെഫ്റ്റ് വിങ് തന്നെയാണ്. പക്ഷെ അവനെ എനിക്ക് പേഴ്സണലി എൻ്റെ ഒരു ഒപ്പീനിയൻ ഞാൻ പറയാണ്. നിങ്ങളുടെ ഒപ്പീനിയൻ നിങ്ങൾ കമന്റ് ചെയ്യുക. നിങ്ങൾക്ക് സമ്മർവില്ല് വേണോ അല്ലെങ്കിൽ ബ്രക്കോള വേണോ എന്നുള്ളത്. ബ്രക്കോളന്റെ കാര്യം ഞാൻ പറഞ്ഞുതരാം. എനിക്കതൊരു അപ്ഡേറ്റഡ് ഗർനാച്ചോ എന്നുള്ള രീതിയിൽ എനിക്ക് തോന്നുന്നത്. ഗർനാച്ചോന്റെ വേറൊരു സാധനം, 1-on-1 സിറ്റുവേഷൻ ആയിക്കോട്ടെ, പല പ്രാവശ്യം PSG-ന്റെ കളി കണ്ടാൽ നമുക്ക് മനസ്സിലാവും. പിന്നെ അതുമാത്രമല്ല
ഭയങ്കര ഹൈ റേറ്റഡ് പ്ലെയർ ആണ്. പേസ് അയ്യോ ഒരു രക്ഷയില്ലാത്ത പേസ് ആയിക്കോട്ടെ, ഡ്രിബിൾ ആയിക്കോട്ടെ, അതൊക്കെ സൂപ്പറാണ്. പക്ഷെ ഫിനിഷിങ്ങിൽ ബ്രക്കോളിന്റെ അടുത്ത് കുറച്ചൊരു പോരായ്മകൾ ഉണ്ട് എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ പറയണം കേട്ടോ. എനിക്കങ്ങനെ തോന്നുന്നു. പിന്നെ അത് മാത്രമല്ല, അവന് ഓൾറെഡി അവന്റെ പിന്നാലെ ലിവർപൂൾ ഉണ്ട്, ആർസണൽ ഉണ്ട്, സിറ്റിയും ചെൽസിയും ഒന്നുമില്ല. ലിവർപൂളും ആർസണലും ആണ് ഉള്ളത്. ആർസണലാണെന്ന് തോന്നുന്നു കുറച്ചും കൂടി കൂടുതലായിട്ട് നോക്കുന്നത്. കാരണം അവരൊരു ലെഫ്റ്റ് വിങ്, അതായത് മാർട്ടിനെല്ലിന്റെ ആ ഒരു പൊസിഷനിലേക്ക് അവരൊരാളെ നോക്കുന്നുണ്ട്. കാരണം മാർട്ടിനെല്ലിനെ അവർക്ക് അത്ര ഒരു പിടിക്കുന്നില്ല. മാർട്ടിനെല്ലിന്റെ പെർഫോമൻസ് കണ്ടാൽ നമുക്ക് തന്നെ മനസ്സിലാവും, ആളത്ര വെടിപ്പല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് അവർ ബ്രക്കോളിനെ നല്ല രീതിയിൽ നോക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു മിക്കവാറും ഒരു 70-80 ഒക്കെ കൊടുക്കേണ്ടി വരും. PSG അല്ലേ, നല്ല രീതിയിൽ ചാമ്പാനുള്ള സാധ്യതകളൊക്കെ കൂടുതലാണ്. എൻ്റെ ഒരു ഒപ്പീനിയനിൽ ഐ വിൽ ഗോ ഫോർ സമ്മർവിൽ ആകുമ്പോൾ നമുക്ക് പ്രീമിയർ ലീഗിൽ തന്നെ എക്സ്പീരിയൻസ് ഉണ്ട്, വന്നിട്ട് അഡാപ്റ്റ് ആവേണ്ട ടൈമും കാര്യങ്ങളും ഒന്നും കൊടുക്കേണ്ടതില്ല. പ്രൂവൺ ആണ്. ബ്രക്കോളിനെക്കാട്ടും നല്ലൊരു പ്ലെയർ ആയിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ സാൻഡ്രോ ടൊണാലി, അങ്ങനെ ഓൾറെഡി ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞതാണ്, ടൊണാലിന്റെ ന്യൂസ് നമ്മൾ ബാക്ക് ഓഫ് ചെയ്തു. കാരണം നമുക്ക് ലെവിസ് ഹാളിനെയും സാൻഡ്രോ ടൊണാലിയും രണ്ടുപേരും ന്യൂകാസിൽ നിന്ന് കൊണ്ടുവരാൻ പറ്റില്ല. അപ്പൊ ഇപ്പം ഹീസ് ഹെഡിങ് ടു സ്പേഴ്സ്. ടോട്ടൻഹാം നല്ല രീതിയിൽ ട്രാൻസ്ഫർ മാർക്കറ്റിലുണ്ട്. ഓൾറെഡി സൈനസിനെ സൈൻ ചെയ്തു, ഫ്രീ ട്രാൻസ്ഫർ. എനിക്ക് തോന്നുന്നു പിന്നെ റോബർട്ട്സ് തന്നെയാണ് ചെയ്തത്, അതും ഫ്രീ ട്രാൻസ്ഫർ. ഇപ്പൊ ഇതായിട്ട് ടൊണാലിയും പിന്നെ ഏതായിരുന്നു നെതർലാൻഡ്സിന്റെ ഒരു ഡിഫൻഡർ ഉണ്ട്, വാൻഡെ ഹീക്കാന്ന് തോന്നുന്നുണ്ട്. എനിക്ക് തോന്നുന്നു വാൻഡവീനും വാൻഡഹീക്കും രണ്ടാളും കൂടി ആടെ ഒത്തുചേരലായിരിക്കും ഉണ്ടാവുക. ടൊണാലി എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് യെസ് പറഞ്ഞ രീതിയിലാണ് തോന്നുന്നത്. 100 ആണ് ന്യൂ കാസിൽ വിട്ട പ്രൈസ്. ശരിക്കും അത് തന്നെ കൊടുക്കണം. അത് കൊടുത്തിട്ട് തന്നെ സ്പേഴ്സ് വാങ്ങട്ടെ. കാരണം നമ്മൾ പോയി ചോദിച്ചപ്പോൾ 100 പറഞ്ഞതാണല്ലോ, നമുക്ക് 80 തന്നില്ലല്ലോ. അപ്പൊ അന്തസ്സില്ലാത്ത കളി സ്പേഴ്സ് കളിക്കൂലെന്ന് വിചാരിക്കും, അല്ല സ്പേഴ്സിലെ ന്യൂ കാസിൽ കളിക്കൂലെന്ന് വിചാരിക്കും. ടൊണാലിന്റെ തീരുമാനമായി. പിന്നെ സങ്കാരേന്റെ ന്യൂസുകൾ നല്ലപോലെ വന്നിട്ടുണ്ടായിരുന്നു. സങ്കാരെ ഞാൻ വിചാരിച്ചു ഇപ്പൊ തന്നെ ഹിയർ വി ഗോ, അല്ലെങ്കിൽ ഇപ്പൊ തന്നെ സംഭവം നടക്കുമായിരിക്കും. പക്ഷെങ്കിൽ പിന്നെ അതിനുശേഷം ഒരു വലിയ രീതിയിലുള്ള അങ്ങനെ ചർച്ചകളും കാര്യങ്ങളും ഒന്നും വന്നിട്ടില്ല. 30 to 40 മില്യൺ മാത്രമേ RC ലെൻസിന് കൊടുക്കേണ്ടിയുള്ളൂ. പ്രോപ്പർ നമ്പർ 6 ആണ്, പ്രോപ്പർ DM ആണ്, നല്ലൊരു പ്ലെയറുമാണ്. 23-24 ഇയേഴ്സ് ഓൾഡ്. കിട്ടിക്കഴിഞ്ഞാൽ നല്ല കിട്ടലായി. ഇനി ഞാൻ ആ സീക്രട്ട് പ്ലെയറിലേക്ക് വരാം. ഇങ്ങനെ പുറംതിരിഞ്ഞിരിക്കുന്ന എൻ്റെ ആ തമ്മിലുള്ള ആ ഒരു സീക്രട്ട് പ്ലെയർ എൻ്റെ ഒരു ഒപ്പീനിയൻ ആണ്. എനിക്ക് പേഴ്സണലി ഞാൻ പറയുന്നതാണ്. അങ്ങനെ പുറത്തേക്കുള്ള ന്യൂസും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല, പക്ഷെ ഇന്റേണലി എന്തൊക്കെയോ ഒരു മണക്കുന്നത് പോലെ എനിക്കൊരു തോന്നൽ. അപ്പൊ നിങ്ങളുടെ അഭിപ്രായം പറയണം നിങ്ങളെല്ലാവരും. വേറെ ആരുമല്ല, നമ്മളൊരു ബാക്കപ്പ് സ്ട്രൈക്കർ നല്ല ഒരു സ്ട്രൈക്കറിനെ നമ്മൾ നോക്കുന്നുണ്ടല്ലോ. സിറിക്സിനെ മിക്കവാറും കൊടുക്കാനുള്ള സാധ്യത ഉണ്ട്. സിറിക്സിക്ക് ഫോം ആവാൻ പറ്റുന്നില്ല. സെസ്കോനെ നമുക്ക് എല്ലാ കളിയും നമ്പാൻ പറ്റില്ല, കാരണം നമ്മുടെ ഒരു കണ്ടീഷൻ ആയതുകൊണ്ട്. ഒന്ന് പറഞ്ഞ രണ്ടാമത്തെ ഇഞ്ചുറി ആവുമല്ലോ. അപ്പോൾ സെസ്കോ പോയി കഴിഞ്ഞാൽ പിന്നെ തീർന്നു, നടക്കൂല. അപ്പൊ അതുകൊണ്ട് എൻ്റെ ഒരു ഒപ്പീനിയനിൽ നമുക്ക് ഹാരി കെയ്നെ കൊണ്ടുവന്നാൽ എങ്ങനെയിരിക്കും? എനിക്കത് പറയുന്നത് ചിരി വരുന്നുണ്ട്. നിങ്ങളെല്ലാവരും അഭിപ്രായം പറയണം. ഹാരി കെയ്ൻ. കാരണം ഞാനിത് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനൊരു ഒരു വ്യക്തമായിട്ടുള്ള ഒരു റീസൺ ഞാൻ പറഞ്ഞുതരാം. അവൻ അവിടെ ഇപ്പൊ ബയേണിലാണല്ലോ ഉള്ളത്. ബയേണിൽ കോൺട്രാക്ട് റിന്യൂ ചെയ്തിട്ടില്ല. ഇനി ആകെ 1 ഇയർ മാത്രമേ ഉള്ളൂ. 2027 കോൺട്രാക്ട് എക്സ്പയർ ആവും. കുറേ കോൺട്രാക്ട് കൊടുത്തിട്ടും കെയ്ൻ അത് റിജക്ട് ചെയ്യാണ്. 32 ഇയേഴ്സ് ആണ് ഹാരി കെയ്നിന്. കെയ്നിന് അവിടുന്ന് തിരിച്ച് ഇംഗ്ലണ്ടിലേക്ക് തന്നെ വരണം എന്നുള്ള ഒരു ആഗ്രഹമാണുള്ളത്. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാലോ, ഹാരി കെയ്നിന് ഇവിടെ അലൻ ഷീററിന്റെ റെക്കോർഡ് പൊട്ടിക്കാൻ ഇനി ആകെ ചില്ലറ ഇതേ വേണ്ടുള്ളൂ. അപ്പോ ബാർസ, PSG അങ്ങോട്ടൊന്നും പോകുന്ന എനിക്ക് തോന്നുന്നില്ല. തിരിച്ച് പുള്ളിയുടെ ജന്മനാടായ ഇംഗ്ലണ്ടിലേക്ക് തന്നെ തിരിച്ചു വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. പിന്നെ ഇഫ് അങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്ക് നോക്കിയാൽ കിട്ടാവുന്നതേ ഉള്ളൂ. പക്ഷെ ആ ഒരു ന്യൂസ് പുറത്തേക്ക് വന്നിട്ടൊന്നുമില്ല. ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഹാരി കെയ്ൻ നമുക്ക് കിട്ടുമായിരിക്കും. പക്ഷെ പ്രൈസ് ആകെ 1 ഇയറേ കോൺട്രാക്ട് ഉള്ളൂ. നെക്സ്റ്റ് സമ്മറിൽ ചിലപ്പോൾ ഫ്രീ ട്രാൻസ്ഫർ ആകും. അതിനെന്തായാലും ബയേൺ നിൽക്കില്ല. ബയേൺ മാക്സിമം അറ്റ്ലീസ്റ്റ് എന്തെങ്കിലും പൈസ കിട്ടാനല്ല നോക്കുക. അപ്പോ നമുക്ക് ഈ റാഷ്ഫോർഡുമായിട്ട് ഒരു സ്വാപ്പ് ഡീൽ എങ്ങനെ ഉണ്ടാവും?
റാഷ്ഫോർഡിനെ കൊടുത്ത് ഹാരി കെയിനെ കൊണ്ടുവരാം. റാഷ്ഫോർഡിന് എന്തായാലും അവർ വാങ്ങണം എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത്. 34 മില്യൺ അവർ തരാന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ റാഷ്ഫോർഡിന്റെ റിലീസ് ക്ലോസ് 40 മില്യൺ ഇട്ടിട്ടുണ്ട്, ഫാബ്രിക് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് അവർ തരാൻ തയ്യാറാണെന്ന് പറയുന്നുണ്ടല്ലോ. പക്ഷെ അവന്റെ വേജസ് ആണ് പ്രശ്നം. അങ്ങനെയാകുമ്പോൾ നമുക്ക് ഹാരി കെയിനെ ഒന്നൊരു എക്സ്ചേഞ്ച് ചെയ്തിട്ട് കൊണ്ടുവന്നതിനാൽ എങ്ങനെ ഇരിക്കും? കെയിനെ പിന്നെ പറയണ്ടില്ലല്ലോ, പ്രൂവൺ സ്ട്രൈക്കറാണ്, പ്രൂവൺ നമ്പർ 1 സ്ട്രൈക്കറാണ്. ബയൺ അങ്ങനെയൊന്നും കൊടുക്കില്ല, കാരണം ഒരു കളിക്ക് തന്നെ അവിടെ 2-3 ഗോൾ മിനിമം അടിക്കുന്ന ഒരു പ്ലെയർ ആണത്. ഞാനൊരു ഇംഗ്ലണ്ട് ആരാധകനാണ്, ഇംഗ്ലണ്ടാണ് എൻ്റെ നാഷണൽ ടീം. വെയിറ്റ് ചെയ്യാണ് നമ്മുടെ ഹാരി കെയിന്റെയും ടീമിന്റെയും പെർഫോമൻസ് ഒക്കെ കാണാം. അപ്പൊ ഹാരി കെയിന്റെ പെർഫോമൻസ് കാണാനും കാത്തിരിക്കുകയാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ, യുണൈറ്റഡിൽ വന്നു കഴിഞ്ഞാല് ഉപകാരങ്ങൾ ഉണ്ടാവും, ഇല്ലാണ്ട് നിൽക്കൂല. കാരണം പ്രീമിയർ ലീഗിൽ തന്നെ പ്രൂവൺ ആയിട്ടുള്ള ഒരു സ്ട്രൈക്കർ ആയിരുന്നു ഹാരി കെയിൻ. തൊട്ടതെല്ലാം പൊന്നാക്കുന്നുള്ള പോലെ അടിച്ച് ഗോൾ അടിച്ച് കയറ്റും. ബ്രൂണോന് പണി കുറയും. നല്ല ഫിനിഷിംഗ് ഉള്ള ഒരു സ്ട്രൈക്കറാണ്, നല്ല പിക്ചർ പെർഫെക്റ്റ് ഉള്ള ഒരു സ്ട്രൈക്കറാണ്. ബ്രൂണോന് നല്ലപോലെ പാസ് ചെയ്യാം. പിന്നെ അതുപോലെ കെയിന്റെ വേറെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി ബാക്കോട്ടേക്ക് ഇറങ്ങിയിട്ട് ബോൾ വാങ്ങുന്ന ഒരു ടൈപ്പ് ഒരു കളിക്കാരനാണ്. ബോൾ വാങ്ങി ഒന്ന് റിലീസ് ചെയ്ത് പിന്നെ ഒന്ന് ബ്രൂണോനെ കയറ്റി അങ്ങനെയൊക്കെ ഒരു കളി വരും. പക്ഷെ ഇതൊന്നും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, ഇതൊക്കെ ഓരോ ആഗ്രഹങ്ങളാണ്. പക്ഷെ ഇന്ത്യയാണെങ്കിൽ എന്തൊക്കെയോ ഒരു നടക്കുന്നത് പോലെ. കാരണം കെയിൻ അവിടെ റിന്യൂ ചെയ്യുന്നില്ല, ഇത്രയൊരു കോൺട്രാക്ട് റിന്യൂ ചെയ്തിട്ടില്ല. ഹി ഈസ് ലുക്കിംഗ് ഫോർ എ ന്യൂ ചാപ്റ്റർ. അപ്പോൾ തിരിച്ച് ഇംഗ്ലണ്ടിലേക്ക് തന്നെ വരാനാണ് ആഗ്രഹം. അലൻ ഷീററിന്റെ റെക്കോർഡ് കടത്തണം, അങ്ങനെയൊക്കെ മനസ്സിലുണ്ടെങ്കിൽ 32 ഇയേഴ്സ് സുഖസുന്ദരമായിട്ട് 2 സീസൺ കൊണ്ടുപോകാം, ഒന്നും പഠിക്കണം. നമുക്ക് പിന്നെ വേറൊരു സ്ട്രൈക്കറിനെ കുറിച്ച് ചിന്തിക്കുകയേ വേണ്ട. കെയിനെ വേണമെങ്കിൽ സ്റ്റാർട്ടിംഗ് ലൈനപ്പിൽ ഇറക്കാം, അതല്ലെങ്കിൽ സെസ്കോനെ ഇറക്കാം, സബായിട്ട് കൊണ്ടുവരാം. അല്ലെങ്കിൽ കെയിന് ഒരു 60 മിനിറ്റ് കളിച്ചിട്ട് ബാക്കി സെസ്കോ കളിക്കാം. കാരണം നമുക്ക് അത്രയും ഗെയിംസ് വരുന്നുണ്ടല്ലോ, അത്രയും ഗെയിംസ് വരുന്നുണ്ട്. അപ്പൊ എല്ലാത്തിലും നമുക്ക് പിടിച്ചു നിൽക്കണമല്ലോ. അപ്പൊ അതാണ് ഞാൻ ആ ഒരു സീക്രട്ട് നമ്പർ 9. അപ്പോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ചെയ്യാം. കെയിന് വേണോ, കെയിന് വന്നാൽ എങ്ങനെ ഇരിക്കും? എല്ലാവരും ഓപ്പൺ ആയിട്ട് കമന്റ് ചെയ്തു, ഒരു പ്രശ്നമില്ല. മണ്ടത്തരാണെങ്കിലും മണ്ടത്തരൊന്നും പറയുന്നത് ചെയ്യണം. പിന്നെ റാഷ്ഫോർഡിൻ്റെത് ആ ഒരു നമ്മുടെ ബാർസക്ക് കൊടുത്ത ടൈം കഴിഞ്ഞു ഓൾറെഡി. ഹീസ് ഹെഡിങ് ബാക്ക് ടു മാഞ്ചസ്റ്റർ. ഇപ്പോ ഇംഗ്ലണ്ട് ടീമിന്റെ കൂടിയാണുള്ളത്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ തിരിച്ചു വരും എന്തായാലും. പ്രീ സീസൺ ടൂറിലൊക്കെ ഉണ്ടാവും. ബാർസ വീണ്ടും ലോണിന് നോക്കുന്നു, കൊടുക്കാൻ പാടില്ല എന്ന് ഞാൻ പറയുള്ളൂ. 100% തന്തയില്ലാത്തരം കാണിച്ചതിന് കൊടുക്കാനേ പാടില്ല. പോടാ പുല്ല് എന്ന് പറയണം, അതേ നടക്കുള്ളൂ. പോടാ പുല്ല് എന്ന് പറയണം. പോടാ പുല്ലേ പോലീസ് എന്നുള്ള പോലെ തന്നെ പറഞ്ഞ് ബാർസനെ ഓടിപ്പിക്കണം. പിന്നെ ബയേൺ ഉണ്ട്, റിലീസ് ക്ലോസ് 40 മില്യൺ. അതെനിക്ക് തോന്നുന്നു ആർക്കൊക്കെയോ ഉണ്ട്, സിറ്റിക്കും ലിവർപൂളിനും ഇല്ല, ബാക്കി എല്ലാവർക്കും ആണ് കൊടുത്തിരിക്കുന്നതെന്ന് തോന്നുന്നുണ്ട്. അവർക്ക് കൊടുക്കില്ല എന്നുള്ള രീതിയിലാന്ന് തോന്നുന്നു. പിന്നെ വേറൊരു ന്യൂസ് കണ്ടത്, ഞാൻ പല വീഡിയോസിൽ ഈ DM-ന്റെയും മിഡ്ഫീൽഡിന്റെയും ഒക്കെ പറയുന്ന നേരം എനിക്ക് എല്ലാ പ്രാവശ്യവും അധിക പേരും കമന്റ് ചെയ്യുന്നത്, ബ്രോ വെയിറ്റ് ചെയ്, ലാസ്റ്റ് ചൗമേനിന്റെ ഒരു വരവുണ്ടാവും, വരുവോ? കാരണം ഇന്നൊരു ഇത് കണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ജോസേട്ടന് വാൽവർഡെ, ബെല്ലിംഗ്ഹാം ഇവരൊക്കെ കഴിഞ്ഞിട്ടേ ചൗമേനിക്ക് പ്രിഫറൻസ് കൊടുക്കുന്നുള്ളൂ. അത് സത്യമാണോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. അങ്ങനെ ഒരു ആർട്ടിക്കിൾ, ഒരു ന്യൂസ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അത് മാത്രമല്ലാണ്ട് ജോസേട്ടൻ ഇപ്പോഴും ഈ നമ്മുടെ വെസ്റ്റ് ഹാമിന്റെ മത്തായസ് ഫെർണാണ്ടസിന്റെ പിന്നാലെ തന്നെ ഉണ്ട്. എന്തുകൊണ്ടാണ് ഈ ചങ്ങായി ഇത് വിടാത്തതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോ ചൗമേനിക്ക് ഒരു സാധ്യത ഉണ്ടോ? അവസാനം ടൈം ഇനിയും ഉണ്ട്, ഇഷ്ടംപോലെ ടൈം ഉണ്ട്. പുള്ളി ഇപ്പോ ഫ്രാൻസിന്റെ കൂടെയാണുള്ളത്, വേൾഡ് കപ്പിലാണുള്ളത്. അപ്പൊ അവിടുത്തെ പെർഫോമൻസും കൂടി ആവുമ്പം ജോസേട്ടന്റെ മനസ്സ് മാറുമോ? പക്ഷെ ചൗമേനിനൊക്കെ നമുക്ക് കിട്ടിക്കഴിഞ്ഞാല് ഒരു കിട്ടലായിരിക്കും, സൂപ്പർ ആയിരിക്കും. പിന്നെ നമുക്ക് ആ ഒരു നമ്പർ 6 കസമേറോന്റെ റീപ്ലേസ്മെന്റിനെ കുറിച്ചിട്ട് നമുക്ക് വിഷമിക്കുകയും വേണ്ട, ചിന്തിക്കുകയും വേണ്ട, ഒന്നും വേണ്ട. അത്ര നല്ല പെർഫെക്റ്റ് റീപ്ലേസ്മെന്റ് ആയിരിക്കും. പക്ഷെ കിട്ടൽ കുറച്ച് പാടായിരിക്കും. കാരണം പെറസണ്ണൻ അവിടെ ചറപ്പറാന്ന് പറഞ്ഞിട്ട് സൈനിങ് നടത്താണ്. എൻട്രിക്ക് വെറുതെ പോയിട്ട് വെല്ലുവിളിച്ചിട്ട് ചങ്ങായി പിന്നെയും പ്രസിഡന്റ് ആവുകയും ചെയ്ത് വോട്ട് ചെയ്തതല്ല എല്ലാവരും. അപ്പൊ എങ്ങനെയെങ്കിലും കണ്ണിപ്പൊടിയിരുന്നല്ലോ, അവിടുന്ന് വാങ്ങുന്നു ഇവിടുന്ന് വാങ്ങുന്നു, ചറപ്പുറ സൈനിങ്. ഉക്കോറിനെ വാങ്ങി, ഡംഫ്രൈസിനെ വാങ്ങി, 2 ഫ്രീ ഏജൻസിനെ പൊക്കി. ഇനിയിപ്പോ ആരാണ് ഇനിയും ഉണ്ടാവും എന്നാ പറയുന്നത്. 150 മില്യൺ കിട്ടുന്നു പറഞ്ഞിട്ട് അതിങ്ങനെ കയ്യിൽ തന്നെയുള്ളത്, അതായിരിക്കും ഇട്ടിട്ടില്ല. ഉക്കുറിയാനെ കൊടുത്താൽ അത് വേറെ പൈസ ആയിരിക്കും ചിലപ്പോൾ. അൽവാരസിനെ നോക്കി, അൽവാരസിന് ലാസ്റ്റ് അത് 500 ആക്കി കൊടുത്തു അത്ലറ്റിക്കോ മാഡ്രിഡ്. വിറ്റീനിയനും കിട്ടിയില്ല, ജോനവസിനും കിട്ടിയില്ല. അപ്പൊ ഒരു മിഡ് എന്തായാലും വരും. പിന്നെ ഉള്ളത് എൻസോ ഫെർണാണ്ടസ് മിക്കവാറും പോകുന്നുള്ള ഒരു ന്യൂസുകൾ കണ്ടിട്ടുണ്ടായിരുന്നു ചെൽസിയിൽ നിന്നും.
കാരണം ഈ കുക്കുറേന്റെ ഡീല് നടന്നതിന് ശേഷം തന്നെ ഈ ചങ്ങായി പോയിട്ട് അത് ലൈക്കും ചെയ്ത് എന്തൊക്കെയോ അത് ഓൾറെഡി കുറച്ച് ടോക്സ് നടക്കുന്നുണ്ട് ഇന്ത്യയാണെങ്കിൽ. പക്ഷെ അലൗൺസ് കൊടുക്കുക എന്താണെന്ന് അറിയില്ല. അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ അതും നമുക്കൊരു സാധ്യതയാണ് ചുമേനിനെ കിട്ടാനുള്ളത്. ചുമേനിനെ കിട്ടുമെന്നുള്ളത് നോക്കിയിരുന്ന് കാണേണ്ടി വരും. ശരിക്ക് കുറച്ചൊന്ന് സ്പീഡാക്കണം. നമ്മുടെ അപ്പൂപ്പനും ടീമും കുറച്ചൊരു സ്പീഡ് വേണം. ഇത് ഭയങ്കര സ്ലോ വെച്ചാൽ ഭയങ്കര സ്ലോ. ഇപ്പൊ ആകെ ഒരു എഡേഴ്സിൻ്റെതായിട്ടുള്ളൂ. ഒഫീഷ്യലി വിൻഡോ ഓപ്പൺ ആയി കഴിഞ്ഞ ദിവസം, ഒഫീഷ്യലി ഓപ്പൺ ആയി ഇന്നലെ. എന്നിട്ട് പോലും നമുക്ക് ഒന്ന് സ്പീഡാക്കാൻ പറ്റുന്നില്ല. ഇനി ഇത് വേൾഡ് കപ്പ് നോക്കിയിരിക്കുകയാണോ? വേൾഡ് കപ്പ് കഴിഞ്ഞിട്ട് ചറപറ. പക്ഷെ വേൾഡ് കപ്പ് കഴിയുന്നത് ഒരു വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പണിയായിരിക്കും, ഭയങ്കര പണിയായിരിക്കും തോന്നുന്നില്ല. കാരണം അത്രത്തോളം ടീമുകൾ വരും തപ്പിയിട്ട്. അപ്പൊ അതൊരു ചൊറ തന്നെയാണ്. അപ്പൊ എന്തായാലും കാത്തിരുന്ന് കാണാം ഈ ഒരു സീക്രട്ട് സ്ട്രൈക്കർ വരുവോ ഇല്ലയോ, ബാക്കി മിഡൊക്കെ നമുക്ക് കിട്ടുവോ, കാത്തിരുന്ന് തന്നെ കാണാം. എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും